ഇവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി വയനാട്ടിലെ ജില്ലാ കളക്ടറുടെ അറിയിപ്പ് വന്നിട്ടുണ്ട്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് വസ്ത്രങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, കുടിവെള്ളം തുടങ്ങിയവ ഉണ്ട്. ഇത് നൽകാൻ താല്പര്യമുള്ള വ്യക്തികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവർ വയനാട് ജില്ലാ കളക്ടറേറ്റുമായി ബന്ധപ്പെടണം. കൺട്രോൾ റൂമുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. മാത്രമല്ല, വ്യക്തികൾ ഇത്തരം സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതിനേക്കാളും ഭേദം സർക്കാർ ഏജൻസികൾ വഴി ലഭ്യമാക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് വയനാട് ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു, താല്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ടെലിഫോൺ നമ്പർ 8848446621. ഒരിക്കൽ കൂടി പറയാം, 88 48 44 66 21. ടിക്കറിൽ ഈ നമ്പർ കിട്ടും. അതുപോലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരിക്കൽ കൂടി ഈ അവധി എവിടെയൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. 8 ജില്ലകളിലാണ് നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ജില്ലാ ഭരണകൂടവും അവധി പ്രഖ്യാപിച്ചത്. തൃശ്ശൂർ, മലപ്പുറം, കണ്ണൂർ, വയനാട്, കാസർഗോഡ്, പത്തനംതിട്ട, എറണാകുളം തുടങ്ങി 8 ജില്ലകളിലാണ്, കോഴിക്കോട് എന്നീ 8 ജില്ലകളിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പറയുന്ന 8 ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ്. ഈ മഴ ശക്തിപ്പെട്ട സാഹചര്യത്തിലാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നു. ആഷ്മി, ഏറ്റവും ലേറ്റസ്റ്റായി വിവരം ലഭിക്കുമ്പോൾ 113 പേർ ഈ ദുരന്തത്തിന് ഇരയായി എന്ന വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ ഏതാണ്ട് 100ഓളം ആളുകളെ കാണാതായി എന്ന വാർത്തകളും ലഭ്യമാണ്. വല്ലാത്ത കനത്ത വെല്ലുവിളിയാണ് ഇപ്പോൾ രക്ഷാദൗത്യ പ്രവർത്തകർ നേരിടുന്നത്. എന്നാൽ സമാനതകളില്ലാത്ത രക്ഷാദൗത്യമാണ് അവിടെ പുരോഗമിക്കുന്നതെന്നാണ് എസ് വിജയകുമാർ റിപ്പോർട്ട് ചെയ്തത്. വളരെ ആശ്വാസകരമായ കാര്യമാണത്. കാശ്മീർ ഇപ്പോൾ വരുന്ന ചില ദൃശ്യങ്ങൾ, ചില ചിത്രങ്ങളൊക്കെ കണ്ടു നിൽക്കാൻ കഴിയില്ല. അങ്ങേയറ്റം വൈകാരികമായ, അങ്ങേയറ്റം ഹൃദയവേദന ഉണ്ടാക്കുന്ന അസാധ്യമായ വല്ലാത്ത ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പറഞ്ഞാൽ വല്ലാത്ത മനുഷ്യ ശരീരങ്ങളുടെ ദൃശ്യങ്ങൾ, ചിതറിപ്പോയവരുടെ ദൃശ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഇതൊരു കെട്ട രാത്രിയാണ്, ഇതൊരു വല്ലാത്ത രാത്രിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാത്രിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമായി അവിടെ നടത്തുക എന്നുള്ളതാണ്. ഈ മണിക്കൂറിൽ ഏറ്റവും സജീവമായ രക്ഷാപ്രവർത്തനം നടക്കുന്നു. ഒരുപക്ഷെ ഇന്നലെ രാത്രി 1 മണിക്ക് ഉരുൾപൊട്ടി. ഈ സമയമായി വൈകിട്ടാകുമ്പോഴേക്കും 4 മണി 5 മണിയാകുമ്പോഴേക്കും രക്ഷാപ്രവർത്തനം അതിൻ്റെ പരിപൂർണ്ണ സ്ഥായിലേക്ക് ഉയരം നമ്മൾ കാഴ്ച കണ്ടു. ആർമി, നേവി, എയർഫോഴ്സ് സംഘാംഗങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട്, കരസേന, NDRF, എയർഫോഴ്സ് അടക്കമുള്ള ഒരുമിച്ച് നിന്നുകൊണ്ട് അവിടെ ഏകദാനകമായ ഒരു രക്ഷാദൗത്യം നമ്മൾ കണ്ടു. അവിടെ പാല നിർമ്മാണം നമ്മൾ കണ്ടു. അവിടെ ധ്രുവ് ഹെലികോപ്റ്റർ ഇറങ്ങി റെസ്ക്യൂ മിഷൻ നമ്മൾ കണ്ടു. പക്ഷേ മരണം 113ലേക്ക് ഉയരുകയാണ്. മേപ്പാടി CHൽ 52 മൃതദേഹങ്ങൾ, 41 പേരെ തിരിച്ചറിഞ്ഞു. അതിൽ 22 പുരുഷന്മാർ, 19 സ്ത്രീകൾ. നിലമ്പൂരിൽ 33 അതിൽ 19 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ദൃശ്യങ്ങൾ അതൊക്കെയാണ്. വിംസിൽ 11 പേരാണ്. സമീർ ബിൻ കരീം ഈ വിംസ് ആശുപത്രി. സമീർ, ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടുവരുന്നവരെ കൂടുതൽ പേരെ വിംസിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? എങ്ങനെയാണ് ആശുപത്രിയുടെ കപ്പാസിറ്റി, സമീർ? ഹാഷ്മി, നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തി രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന കൂടുതൽ പേരെ ഈ വിംസ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവരുന്നത്. നിലവിൽ രക്ഷപ്പെട്ട് ഇവിടെ എത്തി 112 പേരാണ് ഇവിടെ ചികിത്സയിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ആംബുലൻസുകൾ തുടരെ ഈ വിംസ് ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വിപുലമായ സംവിധാനങ്ങൾ വിംസ് ആശുപത്രിയിൽ വീണ്ടും ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഗതാഗതം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി പോലീസും എല്ലാം തന്നെ വിംസിന്റെ പരിസര പ്രദേശം എല്ലാം തന്നെ നിലവിൽ സജ്ജമായിരിക്കുകയാണ്. ഒരു രോഗി എത്തിക്കഴിഞ്ഞാൽ 5-6 പേർ മാത്രം രക്ഷപ്പെട്ടയാളെ നിലവിൽ സ്വീകരിക്കുന്നു, നേരെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഒരു ചിട്ടയായ പ്രവർത്തനം കൂടിയാണ് നിലവിൽ ഈ വിംസ് ആശുപത്രി നടക്കുന്നത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ആംബുലൻസിൽ നിന്നും നിലവിൽ രക്ഷപ്പെട്ടയാളെ പുറത്തിറക്കി കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അടുത്ത ആംബുലൻസ് അതിന് തൊട്ടി പിറകെയായി ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് നിലവിൽ ഇവിടെ എത്തുന്നവരെ പൂർണ്ണമായി ചികിത്സിക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് അങ്ങനെ എടുത്തു പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നിലവിൽ വിംസ് ആശുപത്രി 11 പേരാണ് നിലവിൽ മൃതദേഹം ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മരണസംഖ്യ ഉയരുന്നു. 113 നിലവിൽ മരണസംഖ്യ. മേപ്പാടി CHൽ 52 പേർ മൃതദേഹമുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ നിലമ്പൂരിൽ 33 മൃതദേഹങ്ങൾ. അങ്ങനെ ഇത്തരത്തിൽ ബത്തേരി ആശുപത്രിയിൽ 1 മൃതദേഹം, വൈത്തിരിയിൽ 1 മൃതദേഹം. ഇങ്ങനെയാണ് ഈ മൃതദേഹങ്ങളുടെ കണക്കുള്ളത്. നിലവിൽ വിംസ് ആശുപത്രി രക്ഷപ്പെടുത്തി കൂടുതൽ ആളുകൾ എത്തുന്നു. ഇതിൽ 9 പേരാണ് നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ നിലവിൽ വിംസ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന വിവരം. ഏതായാലും നിലവിൽ രക്ഷപ്പെട്ടെത്തുന്ന കൂടുതൽ ആളുകൾക്കും അവർക്ക് ചികിത്സ നൽകാനുള്ള സൗകര്യങ്ങൾ ഈ
ഈ വിംസ് ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ കോർഡിനേറ്റർ കൂടിയായിരിക്കുന്ന ഡോക്ടർ ഷാനവാസ് അല്പസമയം മുന്നേ 24 വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ രോഗികളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരു രോഗിയെ ആംബുലൻസിൽ നിന്നും ഇറക്കി വളരെ വേഗത്തിൽ തന്നെ ആ വാഹനം ഇവിടെ നിന്നും മാറ്റുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ 114 പേരാണ് നിലവിൽ വിംസ് ആശുപത്രിയിൽ രക്ഷപ്പെടുത്തി ഇവിടെ ചികിത്സയിൽ കഴിയുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പല ആളുകളും ഇവിടെ അവരുടെ ബന്ധുക്കളെ തേടിയെത്തുന്നു. ഇവിടെ വാർഡുകളെല്ലാം തന്നെ കയറിയിറങ്ങി ഞങ്ങളുടെ കാണാതായ ബന്ധുക്കൾ ഇവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. അങ്ങനെ തീർത്തും വേദനാജനകമായ ഒരു വികാര നിർഭരമായ രംഗങ്ങൾക്കാണ് നമുക്ക് വിംസ് ആശുപത്രിയിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ കണ്ടത് അവിടെ ഒന്നിന് പിന്നാലെ ഒന്നായി ബാക്ക് ടു ബാക്ക് ആംബുലൻസുകൾ വരികയാണ്. ആംബുലൻസുകളിൽ നിന്ന് പരിക്കേറ്റവരും അല്ലാത്തവരും വീൽ ചെയറിലൊക്കെ വിംസിലേക്ക് കൊണ്ടുവരികയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ രക്ഷാദൗത്യത്തിൽ രക്ഷപ്പെടുത്തിയെടുക്കുന്നവരെ കൂടുതൽ കൊണ്ടുവരുന്നത് ഈ വിംസ് ആശുപത്രിയിലേക്കാണ്. അവിടെ കുറച്ച് കൂടുതൽ സൗകര്യങ്ങളുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഇത് അവിടെ അതിന് മുന്നിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. ഒരു ആംബുലൻസ് പോയി അതിൽ നാളെ ഇറക്കുമ്പോഴേക്കും അടുത്ത ആംബുലൻസ് വരുന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം സജീവമായ രക്ഷാദൗത്യം അവിടെ നടക്കുകയാണ്. സ്കെയിൻ ഇവിടെ ഇപ്പം മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് ഫ്രീസറുകൾ എത്തിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹങ്ങൾ ഫ്രീസറിലേക്ക് മാറ്റി തുടങ്ങി. തിരിച്ചറിഞ്ഞതും അല്ലാത്ത മൃതദേഹങ്ങളുണ്ട്. തത്സമയം ചേരുന്നു ഈ ചൂരൽമലയിൽ നിന്ന് വിജയകുമാർ. ശരിക്കും വിജയകുമാറിനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകാൻ കഴിയുന്നത് വിജയകുമാറിന്? അല്പനിമിഷങ്ങൾക്കകം എസ് വിജയകുമാർ ചേരും. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ തത്സമയ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ തന്നെ വേണ്ടുന്ന രീതിയിൽ ഈ ചൂരൽമലയിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിജയകുമാർ, താങ്കൾ റെഡിയാകുമ്പോൾ സംസാരിച്ചു തുടങ്ങിക്കോളൂ. സമയം മുമ്പ് എത്തിയ സ്കെയിൻ ദൃശ്യങ്ങളിൽ കാണാമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ നിൽക്കുന്ന ഈ ചൂരൽമല മേഖലയിൽ നിന്ന് എനിക്ക് സംസാരിച്ചു തുടങ്ങിക്കോളൂ. എൻ്റെ സംഭാഷണം താങ്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഞാൻ താങ്കളുടെ സംഭാഷണം എയറിലെത്തിയാലുടൻ ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കും. അവിടെ നിന്നുള്ള നേരിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ 113 പേർ മരിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. നൂറുകണക്കിന് ആളുകളെ ഇപ്പോൾ ആർമിയുടെ താൽക്കാലിക പാലത്തിലൂടെ ജീവിതത്തിലേക്ക് അവർ തിരികെ വരുന്നു. അവർ ഈ താൽക്കാലിക പാലത്തിലൂടെ തിരികെ വരുന്നു എന്നുള്ളതാണ്. അവർ തിരികെ വരുന്നത് യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് തന്നെയാണ്. കാരണം അവർക്ക് വലിയ പ്രതിസന്ധിയിലായിരുന്നു ഈ പകലാകെ അവരവിടെ കഴിഞ്ഞത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഒരു താൽക്കാലിക പാലം ആർമി അവിടെ സജ്ജമാക്കിയത്. ആ പാലം യഥാർത്ഥത്തിൽ മുണ്ടക്കൈ മേഖലയിലെ ജനങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു പാലമായിരുന്നു. ആ പാലത്തിലൂടെ അവരിങ്ങനെ കടന്നു വരികയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്ന് പകൽ അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവരെ ഇപ്പോൾ സുരക്ഷിത തീരങ്ങളിലേക്ക് എത്തിക്കുകയാണ്. മുണ്ടക്കൈ മേഖലയിൽ നിന്ന് അവരിപ്പോൾ മേപ്പാടിയിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ അവർ തിരികെ വരികയാണ്. അതിൽ പരിക്കേറ്റവരെ കൊണ്ടുപോകുന്നതിന്, ആശുപത്രിയിലേക്ക് മാറ്റിക്കുന്നതിന് ഈ ആംബുലൻസുകളുടെ ഒരു നീണ്ട നിര ഇവിടേക്ക് സന്നദ്ധ പ്രവർത്തകർ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ സാധ്യമായതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് എന്നത് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരോട് പറയാൻ, ഒരു ചെറിയ ആശ്വാസ വാർത്തയായി പറയാൻ എനിക്ക് കഴിയും. ഈ രാത്രിയിലും ഈ വൈകുന്നേരവും ഒക്കെ അവരുടെ മനുഷ്യ സാധ്യമായ ജോലികൾ എന്ന് വെച്ചാൽ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായ ജോലികൾ ഈ ഭാഗത്ത് ഇങ്ങനെ തുടരുകയാണ്. ആംബുലൻസുകൾ വരുന്നു. ഇവിടേക്ക് പരിക്കേറ്റവരെ, ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ, അവിടെ കുടുങ്ങിക്കിടന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ഇവിടെ എല്ലായിടത്തും താൽക്കാലിക ആശുപത്രികൾ, അതുപോലെ ദൗത്യ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ എല്ലാ ദുരിതാശ്വാസ കേന്ദ്രങ്ങളൊക്കെയാണ്. ഈ ഇവിടെയുള്ള എല്ലാ കടമുറികളും വീടുകളും സർക്കാർ സംവിധാനങ്ങളും ആശുപത്രികളും എല്ലാം അത്തരത്തിലുള്ള ദൗത്യ കേന്ദ്രങ്ങളായി, അല്ലെങ്കിൽ ഈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളായി മാറുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ആ ദൃശ്യങ്ങൾ മുഴുവൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആംബുലൻസുകൾ വരുന്നു. അതിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന നാട്ടുകാരുൾപ്പെടെയുള്ളവർ ഇവിടെ കുടുങ്ങിക്കിടന്നവരെ, മുണ്ടക്കൈ മേഖലയിൽ കുടുങ്ങിക്കിടന്നവരെ അതിലേക്ക് ആംബുലൻസുകളിലേക്ക് മാറ്റുന്നു. അവരെ ആശുപത്രികളിലേക്ക്, അതുപോലെ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറ്റുകയാണ്. അങ്ങനെ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് ഒരു പകൽ മുഴുവൻ അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇവരൊക്കെ. അങ്ങനെ കുടുങ്ങിക്കിടന്നവരെയാണ് ഇപ്പോൾ. ഒരു നിമിഷം വിജയകുമാർ, യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഈ സമാന്തരമായി നിർമ്മിച്ച പാലത്തിലേക്ക് ഈ ചൂരൽമലയുടെ ഇങ്ങേക്കരയിൽ നിൽക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ കൊണ്ടുപോകുന്നതിൻ്റെ രക്ഷാവസ്ത്രങ്ങൾ അണിയിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവരെ സമാന്തരമായി നിർമ്മിച്ച പാലത്തിലൂടെ ഇങ്ങേക്കരയിൽ കൊണ്ടുപോവുകയാണ് ഇവർ ചെയ്യുക.